ഫുട്ബോളിൻ്റെ ലോക മഹോത്സവം നടക്കുന്ന സമയമാണല്ലോ ഇത്. 2026 വേൾഡ് കപ്പ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുന്ന സമയം. ഏറ്റവും അധികം ലോകത്തിൽ ആസ്വദിക്കുന്നതും ആഘോഷിക്കുന്നതുമായ കളിയാണ് ഫുട്ബോൾ. ഇംഗ്ലണ്ടിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ആരംഭിച്ച് പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് പിന്നാലെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്കും പിന്നെ ലോകം മുഴുവനും വ്യാപിച്ചതായ മഹത്തായ ഒരു കളി. ഈ കാൽപന്ത് കളിയുടെ മഹാപെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് ആ കളിയിലൂടെ ആ പന്തിലൂടെ നമുക്കൊക്കെ ലഭിക്കുന്ന ചില ജീവിത പാഠങ്ങളും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കുന്നത് വളരെ പ്രസക്തമാണ് എന്ന് കരുതുകയാണ്. അതിൽ ഒന്ന് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ്. മറ്റ് കളികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും അധികം സ്വാതന്ത്ര്യത്തോടെ ഓടി നടന്ന് കളിക്കാർ കളിക്കുന്നത് ഫുട്ബോളായിരിക്കും. എത്ര വിസ്തൃതമായിരിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ അധികം നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ നന്നായി ഓടി നടന്ന് കളിക്കാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യം ശരിയാവണ്ണം സന്തോഷകരമാകുന്നത് നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് എന്നുള്ളത് ഈ ഫുട്ബോൾ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്രൗണ്ടിൻ്റെ അതിർവരമ്പുകളും പെനാൽറ്റി ഏരിയയിലെ വരകളും ഗോൾ മുഖത്തിൻ്റെ പരിമിതികളും പിന്നെ ധാരാളം നിയമങ്ങളും ഫൗൾ ചെയ്യുന്നതിനോടൊക്കെ ബന്ധപ്പെട്ടുള്ളതുമെല്ലാം ഫുട്ബോള് സ്വാതന്ത്ര്യത്തിൻ്റെ കളിയാണെങ്കിലും അത് നിയന്ത്രണ വിധേയമായിട്ടാണ് ആസ്വദിക്കാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കുട്ടി പട്ടം പറപ്പിക്കുമ്പോൾ അതിൻ്റെ ചരട് ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടത്തിൻ്റെ സ്വൈര്യമായ സ്വതന്ത്രമായിരിക്കുന്ന പറക്കലിന് ഒരു തടസ്സമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ആ ഒരു നിയന്ത്രണം ആ പട്ടത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഇന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുകയോ തെറ്റായി പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞ് എല്ലാ മൂല്യബോധങ്ങളും തകർത്തെറിഞ്ഞ് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴാണ് ജീവിതം സുഖകരമാകുന്നത് എന്നുള്ളത്. എന്നാൽ ദിവ്യമായിരിക്കുന്ന ജ്ഞാനം നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നത് നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെട്ടാണ് സ്വാതന്ത്ര്യം നന്നായി നമുക്ക് ആഘോഷിക്കുവാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നിയമങ്ങളൊക്കെ പരിമിതികൾ നിശ്ചയിക്കും. പരിമിതികൾ നമ്മളെ പരുവപ്പെടുത്താൻ വേണ്ടിയാണ്, കൂടുതൽ മച്ചുറാക്കാൻ വേണ്ടിയാണ്. 2006 ഫ്രാൻസും ഇറ്റലിയും തമ്മിലുള്ളതായ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മാച്ചിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായൊരു സംഭവം ചിലർ ഓർക്കുന്നുണ്ടായിരിക്കാം. സിദാൻ എന്ന് പറഞ്ഞ ഫ്രാൻസിൻ്റെ ഇതിഹാസ താരം ഒരു നിമിഷത്തിൽ പ്രകോപിതനായിട്ട് ഒരു ഇറ്റാലിയൻ കളിക്കാരനെ തൻ്റെ തലകൊണ്ട് ഇടിച്ച് വീഴ്ത്തി. ആ കളിക്കാരൻ എന്തോ പ്രകോപനപരമായിട്ട് പറഞ്ഞതിനോടുള്ളതായ പ്രതികരണമായിരുന്നു. അതോടെ റഫറി റെഡ് കാർഡ് കാണിച്ച് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. പിന്നാലെ ഇറ്റലി ജയിക്കുവാനും ഇടയായി. നിയന്ത്രണങ്ങൾ, ഡിസിപ്ലിൻ, അച്ചടക്കം, ഇത് സ്വാതന്ത്ര്യം സന്തോഷകരമാക്കുവാൻ കളിയിലും ജീവിതത്തിലും എല്ലാം നിർണായകമായിട്ടുള്ളതാണ്. കളിക്കാരോടൊപ്പം ഓടി നടക്കുന്നതായ റഫറിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഓരോ കളിക്കാരനും മര്യാദയോടെ, പ്രത്യേകിച്ച് എതിരാളികളോട് ഇടപെടുവാൻ തക്കവണ്ണം വേണ്ട നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മനസാക്ഷിയുടെ ഒരു പ്രതീകമാണ് ഈ റഫറി. എന്നാലൊരു വ്യത്യാസമുണ്ട്. ആ റഫറി ഇടപെട്ടാൽ അതിന് പിന്നെ അപ്പീലില്ല, അതനുസരിച്ചേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ മനസാക്ഷിയുടെ മൃദുവായിരിക്കുന്ന മന്ത്രണങ്ങൾ എത്രയോ തവണ അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുണ്ടാക്കുന്നതായ തകർച്ചകൾ, അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ അത് അനവധിയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ
മഹത്തായിരിക്കുന്ന ഒരു ദർശനം, നിയന്ത്രണ വിധേയമായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് സന്തോഷകരമെന്നുള്ളതാണ്. അതാണ് ഈ കളി നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്, ജാഗ്രതയെ സംബന്ധിച്ചുള്ളതായ ഒരു വലിയ ദർശനം നമുക്ക് ഈ കളിയിലൂടെ ലഭിക്കുന്നുണ്ട്. ഗോളിയും കളിക്കാരുമെല്ലാം എത്ര ജാഗ്രതയോടും ശ്രദ്ധയോടുമാണ് പന്ത് വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഗോൾ മുഖത്ത്, പ്രത്യേകിച്ച് ഷൂട്ടൗട്ടിൻ്റെയൊക്കെ സമയത്ത് അതിന് നടുവിൽ വളരെ ജാഗ്രതയോടുകൂടി ഗോൾ മുഖം കാത്തുകൊണ്ട് നിൽക്കുന്നതായ ഗോളിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കളിക്കാരും തങ്ങളുടെ കാലിൽ കിട്ടിയിരിക്കുന്നതായ പന്ത് അത് തട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഓടി വരുന്നതായ എതിരാളികളിൽ നിന്ന് അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് നീങ്ങി മറ്റുള്ളവർക്ക് പാസും ചെയ്ത് അത് ഗോളാക്കാനായിട്ടുള്ളതായ ശ്രമം. വളരെ വിജിലൻ്റായിട്ട്, ജാഗ്രതയോടെ, തിന്മകളിൽ പെട്ടുപോകാതെ ലഭ്യമായിരിക്കുന്ന ചൈതന്യവും നന്മകളും സംരക്ഷിക്കുവാനായിട്ട്, അതേ സമയത്ത് തന്നെ നന്മകളിൽ മുന്നേറാനായിട്ട് ഒക്കെയുള്ളതായ ശ്രമം വളരെ നോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. ഒരല്പം അശ്രദ്ധ മതി. അലക്ഷ്യമായിട്ട് അലസതയോടെ ഇടപെട്ടാൽ കളി മുഴുവൻ തിരിഞ്ഞു മറിയും എന്ന് പറഞ്ഞതുപോലെ ജീവിതവും. കഴിഞ്ഞ ദിവസം നടന്നതായ സെമി മത്സരത്തിന് ശേഷം ഫ്രാൻസും സ്പെയിനും ആയിട്ടുള്ള മത്സരത്തിൻ്റെ പിന്നാലെ ഫ്രാൻസിൻ്റെ എംബാപ്പെ അതിൻ്റെ ഉത്തരവാദിത്വം പരാജയപ്പെട്ടതിൻ്റെ ഏറ്റെടുത്തുകൊണ്ട് പറയുകയുണ്ടായി, ഒരു സെമിയിൽ കളിക്കേണ്ട കളിയല്ല ഞങ്ങൾ കളിച്ചത്, അലസതയായിപ്പോയി, അതുകൊണ്ട് വേണ്ട രീതിയിൽ പ്രതിരോധം തീർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ജാഗ്രതയോടെ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് കളിക്കുന്നെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളിലും. സമൂഹത്തിലെ തിന്മയോടുള്ള പോരാട്ടം എന്നതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ തിന്മകളോടുള്ളതായ പോരാട്ടവും നിരന്തരം ആവശ്യമാണ്. അത് അദൃശ്യമായിരിക്കുന്ന ഒരു ആത്മീയ പോരാട്ടമാണ്. വേണ്ട രീതിയിൽ പോരാളികളെ കാണുന്നു തന്നെ ഇല്ല. അത് ചിന്തകളുടെ തലങ്ങളിൽ, ആലോചനകളുടെയും വികാരങ്ങളുടെയും മേഖലകളിൽ കടന്നു വന്ന് പലപ്പോഴും പലതും അപഹരിച്ചെടുത്ത് നമ്മളെ നശിപ്പിക്കുന്നതാണ്. അദൃശ്യ പോരാട്ടം എന്ന ഫാദർ ലോറൻസോസ് കുപ്പോളിയുടെ പ്രസിദ്ധമായിരിക്കുന്ന പുസ്തകം പുരാതനമായിരിക്കുന്ന ഈ ഒരു ആത്മീയ ദർശനം നമുക്ക് മനോഹരമായിട്ട് വിശദീകരിച്ചു തരുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നിൻ്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ ബ്രിങ് ഓൾ യുവർ തോട്ട്സ് ഇൻ ടു ക്യാപ്റ്റിവിറ്റി ഇൻ ഒബീഡിയൻസ് ടു ജീസസ് ക്രൈസ്റ്റ് എന്നതും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ചിന്തകളുടെ തലങ്ങളിൽ ഒരു വലിയ പോരാട്ടം, ഇത് ഏറ്റവും ക്ലേശകരമായിട്ടുള്ളതാണ്. കോച്ച് സാധാരണ സ്റ്റേഡിയത്തിൽ, അത് പ്രത്യേകിച്ച് ഗാലറിയിലൊക്കെ ഇരുന്ന് പ്രോത്സാഹിപ്പിക്കും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട്. എന്നാൽ ഈ ആത്മീയ പോരാട്ടത്തിൽ ഏറ്റവും വലിയ കോച്ചായിരിക്കുന്നവൻ, നാഥൻ, കൂടെ വന്ന് ആത്മാർത്ഥമായി സഹായം തേടുന്നെങ്കിൽ സഹായിക്കുവാനും ഒരുക്കമാണ് എന്നുള്ളത് വലിയ ഒരു ആശ്വാസമാണ്. അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കുമെന്ന് നമ്മൾ ആരാധനയിൽ പാടുന്നത് എത്ര ശ്രദ്ധേയമാണ്. ഈ അലസത കൊണ്ട് പരാജയപ്പെട്ട ശേഷം തകർന്നു പോയിട്ട് പിന്നെ ചില സന്ദർഭങ്ങളിൽ പരിതപിച്ചിട്ട് പോലും വലിയ കാര്യമില്ലാത്ത അവസ്ഥയിലൊക്കെ ആയിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ജാഗ്രത, വിജിലൻസ് എന്നുള്ളത് ആത്മീയ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ ഫുട്ബോളിൻ്റെ കളിയിൽ നിന്ന് നമുക്ക് വളരെയധികം അതിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. 3-ാമത് ഐക്യത്തിൻ്റെ ദർശനമാണ്. ഈ കളിക്കാർ ഒരു ശരീരത്തിലെ അവയവങ്ങൾ അത് തികഞ്ഞ കോർഡിനേഷനിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ്. ഒരു ടീമിലെ 11 കളിക്കാർ എത്ര സാഹോദര്യത്തോടെ, ഐക്യത്തോടെ, ഹാർമോണിയസ് ആയിട്ട് നന്നായി പാസ് ചെയ്ത്
പെർഫെക്റ്റ് കോർഡിനേഷനിൽ ഐക്യത്തോടെ കളിക്കുന്നത് കൊണ്ടാണ് വിജയം നേടുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണെന്നും ഒരവയവത്തിന് മറ്റൊരവയവം വേണ്ട എന്ന് പറഞ്ഞ് അവഗണിക്കാൻ പാടില്ല എന്നും ഒക്കെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഓരോരുത്തരും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ചിന്തയോടുകൂടി ഓരോരുത്തരുടെയും ആ ഡിഗ്നിറ്റിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പരസ്പരം ആദരിച്ച് ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ടീം, അതുപോലെ തന്നെ വിവിധ ടീമുകൾ ഒരുമിച്ച് ചേർന്ന് ഈ വേൾഡ് കപ്പ് കളി മൊത്തത്തിൽ മനോഹരമാക്കുന്നതിലും ഓരോ ടീമും പ്രധാനമാണ് എന്നുള്ളതും ചിന്തിക്കേണ്ടതാണ്. ഒരു ടീമിലെ ഇപ്പോൾ ഗോളി, ഫോർവേഡ്, മിഡ്ഫീൽഡേഴ്സ്, ഡിഫൻഡേഴ്സ്, ഇങ്ങനെയുള്ള പല റോൾസിൽ പ്ലേ ചെയ്യുന്നവരുണ്ടല്ലോ. അതിലാരെയും നിസ്സാരവൽക്കരിക്കാനായിട്ട് പറ്റുന്നതല്ല. ഗോളിക്ക് തന്നെയായിട്ട്, ഇപ്പം മെസ്സിക്ക് തന്നെയായിട്ട് അർജൻറ്റീനയെ ജയിപ്പിക്കാനായിട്ട് പറ്റുകയില്ല. റൊണാൾഡോ തന്നെ നിരൂപിച്ചാൽ പോർച്ചുഗലിനെ ജയിപ്പിക്കാനായിട്ട് പറ്റുകയില്ല. അതൊരു ടീമായിരിക്കുന്ന പ്രവർത്തനമാണ്. അങ്ങനെ തികഞ്ഞ ഐക്യത്തിൽ വർത്തിക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഒരു കളിയിൽ. അത് രാജ്യമെന്നുള്ളതായ പൊതുവായിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്, ഒരു കോമൺ ഐഡൻറ്റിറ്റി. ഈ വേൾഡ് കപ്പിൽ കളിക്കുന്ന പല ടീമിലെയും കളിക്കാർ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ക്ലബ്ബുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അവർ ഒരുമിച്ച് വന്ന് രാജ്യത്തിൻ്റെ ബാനറിൽ ഒരുമിച്ച് കളിക്കുകയാണ്. അതൊരു കോമൺ ഐഡൻറ്റിറ്റിയാണ്. അതോടൊപ്പം ഏക ലക്ഷ്യം മുൻനിർത്തിയുള്ളതായ ഒരു മുന്നേറ്റമാണ്. ഗോളടിക്കുക, ഗോൾമുഖത്തേക്ക് ചെന്ന് ആ ഗോൾ വല കുലുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. വിജയിക്കുക, അതിനും അപ്പുറത്തേക്ക് വേൾഡ് കപ്പ് അടിക്കുക, ഇങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ളതായ ഒരു മുന്നേറ്റമാണ്. അതുപോലെ ഏക കോച്ചിനാൽ പരിശീലിക്കപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഇവയെല്ലാം ഇവരെ ഒരുമിപ്പിക്കുന്നതായ ഘടകമാണ്. ഇങ്ങനെയുള്ള ഐക്യത്തിൻ്റെ ഈ ഒരു വെളിച്ചം ഈ കളിയിൽ നിന്ന് കുടുംബങ്ങളും ആധ്യാത്മിക സംഘടനകളും ആത്മീയ സമൂഹങ്ങളും സമുദായങ്ങളും രാജ്യങ്ങളും ലോകം തന്നെയും ഏറ്റെടുക്കേണ്ടതാണ്. ആരെയും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുവല്ലോ. ഈ വേൾഡ് കപ്പിൽ കേരളത്തിൻ്റെ പകുതി പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് ഒരു ടീം വന്ന് വലിയ വിപ്ലവം സൃഷ്ടിക്കുകയുണ്ടായി. കേപ്പ് വെർദെ എന്നറിയപ്പെടുന്നതായ ആ രാജ്യം സ്പെയിനോട് പോലും ഡ്രോ നിർത്തി. അതുപോലെ അർജൻറ്റീനയായിട്ടുള്ളതായ കളിയിൽ അർജൻറ്റീനയെ ശരിക്കും വിറപ്പിച്ചു. അപ്പോൾ ഈ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു രാജ്യത്തെ ഒരു ടീം പോലും അവരുടെ മഹത്തായ കളി കൊണ്ട് ഈ വേൾഡ് കപ്പിനെ, ഇതിൻ്റെ മത്സരങ്ങളെ സുന്ദരതരമാക്കി കളഞ്ഞു, മനോഹരമാക്കി എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ വ്യക്തിയും ഓരോ കമ്മ്യൂണിറ്റിയും ലോക സമാധാനത്തിന് നിർണായകമായിരിക്കുന്ന സ്വാധീനം ചെലുത്തുവാൻ കഴിയും. വി കനോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനിബഡി. ഓരോരുത്തരുടെയും ഡിഗ്നിറ്റിയും മഹത്വവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഇതിൻ്റെ വെളിച്ചം ഫുട്ബോൾ നമുക്ക് നൽകുന്നുണ്ട്. 4-ാമത് ഓർക്കുവാനായിട്ടുള്ളത് സമയത്തെക്കുറിച്ചാണ്. സമയത്തെക്കുറിച്ചുള്ളൊരു നല്ല അവബോധമാണ് ഈ കളിക്കാരെ കൂടുതൽ ആവേശത്തോടെ അധ്വാനിക്കാൻ തക്കവണ്ണം പ്രോത്സാഹിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും. പരിമിതമായിരിക്കുന്ന സമയത്തിനുള്ളിൽ ഗോളടിച്ച് വിജയം കണ്ടെത്തണം. 90 മിനിറ്റ് ലഭിക്കുകയാണ്. 2 പകുതികളായിട്ട് അത് തീരും മുമ്പേ ഗോളടിച്ച് എതിരാളിയെ പരാജയപ്പെടുത്തുവാനായിട്ടുള്ള നെട്ടോട്ടത്തിലാണ് കളിക്കാർ. അതിനുശേഷം ഒരല്പം ഇഞ്ചുറി ടൈം ലഭിക്കും. നോക്കൗട്ട് മത്സരങ്ങളാണെങ്കിൽ ഡ്രോയിലാണ് 90 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉള്ളതെങ്കിൽ
ഒരു ടീം ജയിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് എക്സ്ട്രാ ടൈമായിട്ട് 30 മിനിറ്റ് നൽകുന്നു, 1/3 സമയം. ക്രിസ്തുവും ഇതുപോലെ ഒരു എക്സ്ട്രാ ടൈം നൽകുന്നതിനെ സംബന്ധിച്ചൊരു ഉപമ പറയുന്നുണ്ടല്ലോ. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ അത്തിവൃക്ഷത്തിൽ ഫലം കാണാതെ വന്നപ്പോൾ യജമാനൻ അത് വെട്ടിക്കളയാനായിട്ട് തീരുമാനിക്കുന്നു. പരിപാലിക്കുന്ന ആൾ 1 വർഷവും കൂടെ നിർത്തി നോക്കാം, കഴിച്ചാലോ എന്ന് ചോദിച്ച് അതിനൊരവസരം നീട്ടിക്കൊടുക്കുകയാണ്. 1/3 90 മിനിറ്റിൻ്റെ 1/3 30 മിനിറ്റ് എക്സ്ട്രാ ടൈം എന്ന് പറഞ്ഞതുപോലെയാണ് എക്സ്ട്രാ. ഇതിപ്പോൾ എല്ലാ ജീവിതങ്ങളിലും ഇങ്ങനെയൊക്കെ കിട്ടിയെന്നൊന്നും വരികയില്ല. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു സംഭവമായതുകൊണ്ട് അതിനോടകം ഫലം പുറപ്പെടുവിക്കുക, നന്മകളുടെ ഫലങ്ങളെ രൂപപ്പെടുത്തുവാനായിട്ടുള്ള അവസരവും വേദിയുമാണ് ഈ ജീവിതമെന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതിന് നമുക്ക് ഈ ശ്രേഷ്ഠരായിരിക്കുന്ന കളിക്കാരൊക്കെ പ്രചോദനം നൽകുന്നുണ്ട്. ഇപ്പം ജീവിതത്തിൻ്റെ ഈ നശ്വരതയെക്കുറിച്ചുള്ളതായ ധ്യാനം അത് ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും കൂടുതൽ കാര്യക്ഷമമാക്കി തീർക്കും. ആപ്പിൾ കമ്പനിയുടെ ഫൗണ്ടറും ഡയറക്ടറുമൊക്കെ ആയിരുന്ന സ്റ്റീവ് ജോബ്സ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയതായ ഒരു കോൺവക്കേഷൻ അഡ്രസ്സ് നെറ്റിൽ നോക്കിയാൽ ലഭ്യമാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഏറ്റവും ശക്തമായി എടുത്തു പറയുന്ന ഒരു കാര്യം മരണത്തെക്കുറിച്ചുള്ളതായ ഒരു അവബോധമാണ്. അപ്പോൾ ഈ സമയത്തിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ളതായ ആ അവെയർനെസ് ജീവിതത്തെ കൂടുതൽ ഫലപൂർണ്ണമാക്കുവാനും കാര്യക്ഷമമാക്കുവാനായിട്ടും പ്രചോദനം നൽകുന്നു എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇതിനോട് ബന്ധപ്പെട്ടതായ ഒരു കൊട്ടേഷൻ ഗ്രഹിക്കുവാനായിട്ടിടയായത്. ഇന്നാണ് എൻ്റെ ജീവിതത്തിലെ അവസാന ദിവസം എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു ദിവസം ആ ചിന്ത പൂർണ്ണമായും യാഥാർത്ഥ്യമായിട്ട് തീരും. ഇതായിരുന്നു ആ ഒരു ചിന്ത. അന്നു മുതൽ പിന്നെ ജീവിതത്തിൻ്റെ അവസാനം വരെയും അദ്ദേഹം എല്ലാ ദിവസവും ഈ ഒരു കാര്യം ഓർക്കുവാനായിട്ട് ഇടയായി എന്നുള്ളത് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. പ്രഗത്ഭരായിരിക്കുന്ന പ്രതിഭാശാലികളായിരിക്കുന്ന ആളുകളുമൊക്കെ കടന്നുപോയി പുതിയ പുതിയ തലമുറകൾ വരുന്നു. ഇത് ഈ നശ്വരതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പെലെയും മാറഡോണയും സിദാനും മിരോസ്ലാവ് ക്ലോസയും ഒക്കെ ഇന്നിപ്പോൾ കളിക്കുന്നില്ല. അവരൊക്കെ ഒരു കാലത്ത് വലിയ പ്രഗത്ഭരായ ഫുട്ബോൾ കളിക്കാരായിരുന്നു. അതിനുശേഷം വന്നവർ റൊണാൾഡോയും മെസ്സിയും നെയ്മറും അതുപോലെയുള്ളവർ, അവരും ഇപ്പോൾ വിരമിച്ചു തുടങ്ങുകയാണ്. ഇനി മെക്സിക്കോയുടെ മോറയും അതുപോലെ അർജൻറ്റീനയുടെ നിക്കോപാസും ഇതുപോലെയുള്ള യുവനിര, ഇതൊക്കെ അതിൽ കൂടുതൽ അറിയപ്പെടുന്ന ചില ആളുകൾ. ഇനി ഇത്രയും പോലും നമ്മൾ അറിയാത്തതായ എത്രയോ ആളുകൾ. അപ്പം ഇങ്ങനെ തലമുറകൾ കടന്നു പോകുന്നു, പുതിയ തലമുറകൾ വരുന്നു, ഒരല്പസമയം നമുക്കും അതിലൊരിടം കിട്ടുന്നു. എന്നാൽ ഓരോ നിമിഷവും ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഫുട്ബോൾ കളിയിലാണെങ്കിൽ കൃത്യം 90 മിനിറ്റ് എന്നൊക്കെയുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ അത് വ്യക്തമല്ല. ഏത് സമയത്തും വിസിൽ വീഴുമ്പോൾ കളി തീർക്കുക എന്നുള്ളതാണ്. ഏത് സമയത്തും അത് തീരാനുമുള്ള സാധ്യത. പക്ഷേ ഈ ഒരു ഓർമ്മ, ടൈമിനെക്കുറിച്ചുള്ളതായ ചിന്ത, അത് ജീവിതത്തെ കൂടുതൽ അനുഗ്രഹകരമാക്കും എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ അവസാനം ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഈ കളിയുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രോത്സാഹനവും പ്രചോദനവുമായിരിക്കുന്ന ആത്യന്തികമായിരിക്കുന്ന സന്തോഷാനുഭവമാണ് കപ്പ്, കിരീടം. ആ അവസാനത്തെ ഏറ്റവും വലിയ അംഗീകാരം. എന്നാൽ ആ കപ്പ് മാത്രമല്ല, ഓരോ കളിയും ഓരോ ഗോളും ഓരോ വിജയവും സന്തോഷം നൽകുന്നതാണ്. ശരിക്കും ഈ ഒരു സന്തോഷമാണ് ഈ കളിയിൽ പങ്കുചേരുന്നവരെ പ്രചോദിപ്പിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ പിന്നിൽ എന്തുമാത്രം ത്യാഗമുണ്ട്. യോഗ്യതാ മത്സരങ്ങൾ, അതിനു മുമ്പുള്ള പരിശീലനം, നാൾതോറും നടക്കുന്ന പരിശീലനങ്ങൾ,
പലവിധത്തിലുള്ളതായ വർജനങ്ങൾ, എത്രയെത്ര കളികൾ, എന്തുമാത്രം പരുക്കുകൾ, പ്രശ്നങ്ങൾ, വീഴ്ചകൾ, ഇതെല്ലാം നേരിടുന്നത് ഈ സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയാണ്. ഒരു ഗോളടിച്ച് കഴിയുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ, ആ ഗോളടിക്കുന്നയാൾ സന്തോഷിക്കുന്നതും ആ ടീമംഗങ്ങളെല്ലാം ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വീണ് അവർ ഒന്നായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതും, ആ സമയത്ത് കോച്ചും മറ്റും സ്റ്റേഡിയത്തിൽ അത് ആഘോഷിക്കുന്നതും, പിന്നെ ജനങ്ങളെല്ലാം ഇളകി അത് സെലിബ്രേറ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ പല ഗോളുകളും ആഘോഷമാക്കാറുണ്ട്. അപ്പോൾ ഈ സന്തോഷം ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്നതാണ്. അപ്പോൾ ഈ സന്തോഷം മുൻനിർത്തിയാണ് ശരിക്കും ഇതിൻ്റെ പിന്നിലെ ത്യാഗവും അധ്വാനവും എല്ലാം വരുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. തൻ്റെ മുമ്പിൽ വെച്ചിരുന്നതായ സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിക്കുകയും സ്വർഗീയ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സന്തോഷം ഓർത്ത് കുരിശ് സഹിക്കുക. ഇതിൻ്റെ വലിയ ഒരു വെളിച്ചം, പ്രചോദനം നമുക്ക് ഈ കളിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവർ വാടുന്ന കിരീടത്തിന് വേണ്ടി ഇതുപോലെ വർജനവും ത്യാഗവും എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാമോ വാടാത്ത കിരീടത്തിന് വേണ്ടി എന്ന് പറയുന്നുണ്ട്. ഈ വേൾഡ് കപ്പും മറ്റും അങ്ങനെ പെട്ടെന്ന് വാടിപ്പോകുന്നതല്ല കാഴ്ചയിൽ. എന്നാൽ പോലും അതിൻ്റെ പ്രശസ്തിയും മഹത്വവും ഒക്കെ കാലം മുന്നോട്ട് പോകുമ്പോൾ അത് മങ്ങിപ്പോകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ 2006 ഇറ്റലി വേൾഡ് കപ്പ് നേടി. എന്നാൽ ഇപ്രാവശ്യം യോഗ്യതാ മത്സരം പോലും കടന്നുകൂടാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. എത്രമാത്രം മാറിപ്പോയി! ആരാണിപ്പോൾ അവരെ ഓർക്കുന്നത്? ഇപ്പം അർജൻറ്റീനയും സ്പെയിനും ഫ്രാൻസും ഒക്കെയാണ് എല്ലാവരുടെയും മനസ്സിലെ ഏറ്റവും വലിയ ടീമുകളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ വാടിപ്പോകുന്ന കിരീടങ്ങൾ, വാടാത്ത സ്ഥായിയായ നിലനിൽക്കുന്ന സന്തോഷ കിരീടം, അത് ഈ ചരിത്രത്തിൽ വെച്ച് തന്നെയും ഇതിനപ്പുറത്തും ലഭ്യമാകുന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആകട്ടെ ഈ വേൾഡ് കപ്പിൻ്റെ പരിസമാപ്തിയിൽ നൽകപ്പെടുന്നതായ ആ കപ്പ്. അതൊന്ന് ഓർക്കുന്നത് അനുഗ്രഹകരമായിരിക്കും. 4-5 കാര്യങ്ങൾ വേഗത്തിൽ നമ്മൾ ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെടുത്തി ജീവിതത്തെ ഒന്ന് ഓർക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഒന്നാമത് സ്വാതന്ത്ര്യത്തിൻ്റെ, നിയന്ത്രണവിധേയമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം. രണ്ടാമത് ജാഗ്രതയുടെ പ്രാധാന്യം. മൂന്നാമത് ഐക്യത്തോടെയുള്ളതായ പരിശ്രമം. നാലാമത് സമയത്തെക്കുറിച്ചുള്ളതായ തികഞ്ഞ അവബോധം. ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുമൊക്കെയുള്ളതായ ധ്യാനം. അഞ്ചാമത് സന്തോഷത്തിൻ്റെ കിരീടം അല്ലെങ്കിൽ കപ്പ്. ഈ സന്തോഷത്തെ പ്രസരിപ്പിക്കാൻ കഴിയുക. എന്നാൽ വേണ്ട രീതിയിൽ വിജയത്തിലേക്ക് വരാതെ മോശമായ കളി നടത്തി പരാജയപ്പെട്ട് പോകുന്ന കാഴ്ച കണ്ട് കോച്ചും മറ്റുമൊക്കെ തലകുനിച്ച് വേദനയോടെ നിൽക്കാറുണ്ട് കളിക്കാരും. എന്നാൽ വിജയം നേടുമ്പോൾ കോച്ചും കളിക്കാരും എല്ലാവരും സന്തോഷിക്കുകയാണ്. ജീവിതത്തിൻ്റെ അവസാനത്തിലും പുറകോട്ട് നോക്കുമ്പോഴും ജീവിതത്തെ നോക്കുമ്പോഴും നമുക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാം സന്തോഷിക്കാൻ പറ്റുന്നതായ ഒരു അനുഭവം എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇനി 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് ബോളിനോട് ബന്ധപ്പെട്ടാണ്. ബോളിൽ നിന്ന് തന്നെ നമുക്ക് ചിലത് പഠിക്കുവാനായിട്ടുണ്ട്. ഒന്നാമത്, ബോളിൻ്റെ ഉരുളിമ കൊണ്ടാണ് അതല്പം മാത്രം ഗ്രൗണ്ടിൽ സ്പർശിച്ച് ഉരുളുവാനായിട്ടിടയാകുന്നത്. അതേസമയത്ത് അതൊരു സ്ക്വയർ ക്യൂബ് വല്ലതും ആയിരുന്നെങ്കിൽ, കൂടുതൽ ഭാഗം ആ ചതുരക്കട്ട പോലെ ആയിരുന്നെങ്കിൽ അത് നിലത്ത് പതിച്ച് അത് ഉരുളുകയില്ല, ഈ കളി സന്തോഷകരമാവുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു പാഠമാണ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലൗകികരാകാതെ എങ്ങനെ
ഈ ലോകത്തോട് ബന്ധപ്പെട്ട് തന്നെ അനുഗ്രഹകരമായി ജീവിതമെന്ന കളിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളതായ ഒരു ദർശനം. അത് മോഡറേറ്റ് ടച്ച് പ്രിൻസിപ്പിളാണ്. എത്രയും പരിമിതമായി ലോകത്തോട് ബന്ധപ്പെട്ട് എന്നാൽ അതേ സമയത്ത് തന്നെ ഉയർന്നു നിന്ന് മുന്നോട്ട് ജീവിക്കുന്നതായ ഒരു അനുഭവം. അതുപോലെ തന്നെ ഈ ഫുട്ബോള് അതിൽ കാറ്റില്ലാതെ വന്നാൽ അത് ചുക്കിച്ചുളുങ്ങിയിരിക്കും, കളി വിരസമാകും, കളിക്കാൻ പറ്റുകയില്ല. അതിനകത്ത് നിറയുന്ന വായുവാണ് അതിനെ കളിക്കാൻ തക്കവണ്ണം പര്യാപ്തമാക്കി തീർക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ ആത്മീയ നിറവാണ് ശരിക്കും ജീവിതമെന്ന കളിയെ വിരസമാക്കാതെ കൂടുതൽ അത് സന്തോഷകരമാക്കി തീർക്കുന്നത്. റൂഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വായു അഥവാ കാറ്റെന്നൊക്കെയാണല്ലോ. പരിശുദ്ധ റൂഹായിൽ നിറയപ്പെടുന്ന ആത്മീയ നിറവിൻ്റെ അനുഭവം അത് ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കും, വിജയകരമാക്കി തീർക്കും. മെസ്സിയും മറ്റും ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് കുരിശു വരച്ച് മുകളിലേക്ക് നോക്കുന്നത് നമ്മൾ പലപ്പോഴും കളി നിരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ മുകളിലേക്കുള്ളതായ ഒരു നോട്ടത്തിനും ഈ ചിന്തകൾ പ്രചോദനമാകട്ടെ. അല്ലെങ്കിൽ എപ്പോഴും താഴേക്ക് ഗ്രൗണ്ടിലേക്ക് മാത്രം നോക്കിയാണ് ഓടുന്നതും നടക്കുന്നതുമല്ല. നല്ലിടയ്ക്ക് മുകളിലേക്ക് നോക്കുന്നതിൻ്റെ ആഴം, അതിൻ്റെ ആഴമായ അർത്ഥതലങ്ങൾ അതും കൂടെ ഉൾക്കൊള്ളുമ്പോഴാണ് ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കുവാനായിട്ട് കഴിയുന്നത്. ഈ ആന്ത്രോപ്പോസ് എന്നാണല്ലോ മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം. അത് വരുന്നത് അനാത്രൈൻ എന്നുള്ള വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം, അക്ഷരികമായ അർത്ഥം ടു ലുക്കപ്പ്, മുകളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്പിരിച്വൽ സാധ്യതകളും കൂടെ മനുഷ്യനിലുള്ളതിനെ പ്രകാശിപ്പിക്കുവാനായിട്ടും കൂടെ കഴിയുമ്പോഴാണ് ശരിയായ ജീവിത വിജയവും സന്തോഷവും. ഫുട്ബോൾ ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം ഫുട്ബോൾ നൽകുന്ന ചില ജീവിത പാഠങ്ങളും കൂടെ നമുക്ക് കൂടുതൽ വെളിച്ചം പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഫുട്ബോൾ ചിന്തകൾ അവസാനിപ്പിക്കട്ടെ.